അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇനി എത്തിയിട്ടോ. അപ്പൊ ഇതിലുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റിംഗിലായിരുന്നു അല്ലേ നമ്മുടെ ബിഗ് ബോസ് മലയാളം 7ന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിലേക്കുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പാൻ ശരത്താണ് കേട്ടോ. നമുക്കറിയാം ഇദ്ദേഹം ഒരു ആക്ടറാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ രേണുസുതിയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണല്ലേ രേണുസുതി. ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ബിഗ് ബോസിൽ വരും എപ്പിസോഡിൽ കണ്ടറിയാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ശൈത്യ സന്തോഷാണ്. ഇവരൊരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആയി കഴിഞ്ഞാൽ ആദിലയും നോറയാണ് കേട്ടോ. നമുക്ക് ഇവരെല്ലാവരും അറിയുന്നതാണ്. അപ്പൊ ഇവരുടെ ഫൈറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇനി വരെയുള്ള എപ്പിസോഡിൽ കാണാല്ലേ. നമുക്കൊരു ത്രില്ലിംഗ് ആയിട്ട് തോന്നുമല്ലേ പെട്ടെന്ന് ഈ നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട്. അടുത്തായി വന്നിട്ടുള്ളത് നിവിൻ ആണ് കേട്ടോ. ഇദ്ദേഹം ഒരു മോഡലിംഗ് ആണ്, ഫാഷനിന്റെ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം ഒരു ഫാഷൻ മോഡൽ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സീരിയൽ ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന ഷാനവാസിക്കാണ് അല്ലെ. അടുത്ത വന്നിരിക്കുന്നത് കണ്ടസ്റ്റന്റ് ആണ് സരിക. ഇതൊരു സ്പീച്ച് മേക്കർ ആണ്. പ്രതീക്ഷിച്ചില്ല അല്ലെ. എന്തായാലും രേണുസുതി ചേച്ചി വന്ന ശേഷം സരികയും കൂടി ആകുമ്പോൾ അവിടെ നല്ലൊരു രസമായിരിക്കും. അവരുടെ ഫൈറ്റൊക്കെ എന്താവും നോക്കാം നമുക്ക് ഇനിയുള്ള എപ്പിസോഡിൽ. അടുത്ത കണ്ടസ്റ്റന്റ് വന്നിരിക്കുന്നത് ഗിസേലെ തക്കറാൾ. ഇതൊരു മോഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അടുത്തതായി വന്നിരിക്കുന്നത് മുൻഷി റാനീത്ത് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ താരമാണ് റെന ഫാത്തിമ. അത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡന്റ് ഉള്ള ഒരു ലേഡിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ റെന ഫാത്തിമ. അപ്പോ ഈ റെന ഫാത്തിമയ്ക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഒക്കെ ഭയങ്കര രസകരമായിരിക്കും അല്ലേ. പിന്നെ അടുത്ത വന്നിട്ടുള്ള ആളാണ് നമ്മുടെ സീരിയൽ ആക്ട്രസ് ആയിരിക്കുന്ന അഭിശ്രീ. ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ടിക്ടോക്ക് വഴിയൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു വ്യക്തിയാണ് കേട്ടോ അദ്ദേഹം. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ ആണ്. സീരിയൽ വഴി എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് ഒനിയൽ സാബു. അതുപോലെ തന്നെ അടുത്ത കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുള്ളത് RJ ബിൻസി ആണ് കേട്ടോ. RJ ബിൻസി ഒരു ആങ്കർ കൂടിയാണ്. അത് ഒരു വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു RJ കൂടിയാണ് കേട്ടോ നമ്മുടെ RJ ബിൻസി. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് താരമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അനുമോളാണ് കേട്ടോ. നമുക്കറിയാം സ്റ്റാർ മാജിക്കിലെ ഭയങ്കര പെർഫോമൻസ് കാണിച്ച ഒരു വ്യക്തി കൂടിയാണ് അനുമോൾ. നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇനിയുള്ള സീസണിൽ ഇവരുടെ പെർഫോമൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അടുത്ത് വന്നിട്ടുള്ളതാണ് ആര്യൻ കത്തൂരിയ. ഇദ്ദേഹം ഒരു ഹിന്ദി മേഖലകളിലുള്ള ബോളിവുഡ് താരമാണ് തോന്നുന്നു. അടുത്തായിട്ട് വരുന്നത് കലാഭവൻ സരികയാണ്. നമ്മുടെ നാടൻ പാട്ടിന്റെയും ഒക്കെ തിലകങ്ങളാണ്. അതുപോലെ നമ്മുടെ സ്വന്തം അക്ബർ ഖാൻ. നമ്മൾ മറക്കില്ല അല്ലെ. പാട്ടിന്റെ ഇമ്പം താളം ഒക്കെ നമ്മുടെ അക്ബർ ഖാനിലൂടെ നമുക്ക് ബിഗ് ബോസിൽ നമ്മുടെ ഒരു ഗാനമേള തന്നെ തുടങ്ങും തോന്നുന്നു. അത്രയ്ക്കും മ്യൂസിക്കിൽ വളരെ പ്രാധാന്യമേറിയ വ്യക്തികളാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് അനീഷ് ടി ആണ് കേട്ടോ. അപ്പൊ ഒരു കമ്പോണറാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് നമുക്ക് കാത്തിരിക്കാം. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് നമുക്ക്. അപ്പൊ നമ്മളെല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ബിഗ് ബോസിന്റെ പരിപാടികളൊക്കെ മുടങ്ങാതെ കാണാം. ഓക്കെ.